വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെയും 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്കെറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റേത് പോലുള്ള 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ബൈബിളിലെ പാസേജ്, വെളിപാടിൻ്റെ പുസ്തകം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിച്ചു കേൾപ്പിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു വചനഭാഗമാണിത്. അതായത്, നിങ്ങൾ കേട്ടതുപോലെ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ മീഡിയയിലൂടെ വളരെ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തെ പറ്റി. മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസ് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരിയേറെ ചാനലുകളിലാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഇനി പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത സഭകളൊക്കെ വീഡിയോയൊക്കെ ഇട്ട് പരിശുദ്ധ അമ്മയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത്. ഇവിടെയാണ് ഇക്കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ മക്കളുടെയും ക്രിസ്തു വെളിച്ചം പകരുവാൻ ഒരു ദീപമായി മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രശോഭിക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ദൈവപിതാവ് വലിയൊരു സന്ദേശം നൽകി. അത് ഇതായിരുന്നു: ജോ മോളെ, പുരാതന സർപ്പം എന്ന് നീ കേട്ടിട്ടില്ലേ? ഈ പുരാതന സർപ്പം ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ദൈവമാതാവിൻ്റെ മധ്യസ്ഥത ദൈവജനത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു വെളിപാടാണ് ദൈവപിതാവ് ആ സമയം എനിക്ക് നൽകിയത്. ജോമോളെ, പുരാതന സർപ്പം ഈ ഭൂമിയിൽ ആധിപത്യം നടക്കുന്ന കാലത്തോളം ദൈവമാതാവിനെ ഒരു ദൈവ പൈതലിന് വേണം. ആ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. അവസാനം കേട്ടത് ഇപ്രകാരമാണ്: സമയവും സമയങ്ങളും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. അതായത്, ദൈവമാതാവിനെ നമ്മൾ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ പുരാതന സർപ്പത്തിൻ്റെ ആധിപത്യം നമുക്കറിയാവുന്ന പോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ഇടപെടൽ ഉണ്ടാകുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ജീവിത വിഷയങ്ങളുടെ സമയത്തിൻ്റെ മേലാണ്. ഈ ഒരു സമയത്തെ സർപ്പാസ് ചെയ്യുവാൻ, അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവപിതാവ് പ്രത്യേകമായ അധികാരം, മധ്യസ്ഥ സ്വാധീനം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആദ്യത്തെ സുവിശേഷ ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. കാനായിൽ നടന്ന ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിനുള്ള ആദ്യത്തെ അത്ഭുതത്തിലൂടെ. അവിടെ സമയമായില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് പറയുന്നത് ഒന്ന് മാത്രമാണ്: അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്താൽ ഈ ഒരു സമയം നിന്റെ ജീവിതത്തിൽ ദൈവമഹത്വം പ്രവർത്തിക്കാനുള്ള ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ
നിന്നിലൂടെ തന്നെ ലോകത്തിൽ ആരംഭിക്കാനുള്ള വലിയൊരു ദൈവിക പദ്ധതിയുടെ സമയത്തിന് തുടക്കമാകും. ഈ ഒരു വലിയ രഹസ്യം, സ്വർഗീയ രഹസ്യം, ഈ ഒരു കാനായിലെ അത്ഭുതത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. മരിയൻ ഉടമ്പടി ഒരു വ്യക്തി എന്തിന് എടുക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണ് ഇത്. നമുക്കറിയാവുന്നതുപോലെ ഈ കാനായിലെ 6 കൽഭരണികളെ പ്രതിനിധീകരിക്കുന്ന 6 നിബന്ധനകളും ഒപ്പം തന്നെ നമ്മുടേതായ 6 നിയോഗങ്ങളുമാണ് മരിയൻ ഉടമ്പടിയിൽ നമ്മൾ സമർപ്പിക്കുന്നത്. ഈ ഓരോരോ മരിയൻ ഉടമ്പടി നിബന്ധനകളിലും ദൈവപിതാവ് പരിശുദ്ധ അമ്മയ്ക്ക് കൽപ്പിച്ചു നൽകിയ പ്രത്യേകമായ മധ്യസ്ഥ സ്വാധീനത്തിൻ്റെ വലിയ ഘടകങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. അതൊരു പാക്കേജായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് പാപങ്ങൾ വെറുത്ത് വിശുദ്ധ ജീവിതം നയിക്കുക, ഉപവാസം, കാരുണ്യപ്രവൃത്തികൾ, തിരുവചന വായന, ധ്യാനം, ഇങ്ങനെയുള്ള ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾ എന്നിങ്ങനെയുള്ള ഈ 6 നിബന്ധനകളിലൂടെ ദൈവപിതാവ് നമ്മളെ നേരിട്ട് പഠിപ്പിക്കുന്നത് ഈ അവൻ പറയുന്നത് പോലെ ചെയ്യാനുള്ള കുറുക്ക് വഴികളാണ്. അത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ നമുക്ക് കാച്ചിക്കുറുക്കിയാണ് ഈ ഒരു മരിയൻ പ്രത്യക്ഷീകരണം വഴി നമുക്ക് നൽകിയത് ദൈവപിതാവ്. ഇങ്ങനെ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധ അമ്മ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ കുരിശിൻ്റെ ചുവട്ടിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നിന്നുള്ളൊരമ്മ വലിയ അഭിഷേകത്തോടുകൂടി ഈ കൃപാസന അൾത്താരയിൽ ഒരു സാക്ഷ്യം പറഞ്ഞു. ആ അമ്മ അവസാനം പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരു ദിവസം സ്വപ്നത്തിൽ പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, മോളെ, നീ ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് ചെല്ല്, നിൻ്റെ വിഷയങ്ങളെല്ലാം അവിടെ ഇറക്കി വയ്ക്ക്. ഈ ഈശോയുടെ അടുത്ത് ചെല്ലാൻ, പരമപരിശുദ്ധനായ ഈശോയെ പുൽകുവാൻ, ഈശോയോട് നമ്മുടെ വിഷയങ്ങൾ ഉണർത്തിക്കുവാൻ വലിയൊരു വിശുദ്ധീകരണ നടപടിയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്ന വലിയൊരു പ്രാർത്ഥന കൂടിയിട്ടാണ് ഈ മരിയൻ ഉടമ്പടി നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവപിതാവിന് നന്ദി പറയാം. ആരെങ്കിലും നിങ്ങളോട് എന്തിന് മരിയൻ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനൊരു ഉത്തരം വേണം. കാരണം പുരാതന സർപ്പം ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം സർപ്പത്തിൻ്റെ മേൽ ചവിട്ടി നടക്കുവാൻ ദൈവപിതാവ് ഉൽപ്പത്തി 3:15 തിരുവചനം അനുസരിച്ച് ദൈവപിതാവ് കൽപ്പിച്ചു തന്നിരിക്കുന്ന വലിയൊരു അധികാരം, അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിൽക്കുന്നതല്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മ. അന്നു മുതൽ ആ ശിഷ്യൻ അവളെ, അമ്മയെ, പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. തുടർന്നാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ തിരുസഭ സ്ഥാപനം മുതൽ സഭ വളർന്ന് പന്തലിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ നമ്മളെയൊക്കെ കാർന്നു തിന്നുന്ന ഒരുപാട് സർപ്പങ്ങളുണ്ട്. അത് സമയം മാത്രമല്ല, വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം, നമ്മുടെയൊക്കെ ചിന്താധാരണകളാകാം. ഇതിനെല്ലാം തടയിടുന്ന, ഇതിനെല്ലാം അതിജീവിക്കുന്ന വലിയൊരു അഭിഷേകത്തിൻ്റെ കൃപ, അത് ഈ മരിയൻ ഉടമ്പടി വഴി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണം ലോകത്തോട് പറയുന്നതും അതുതന്നെയാണ്. സമയവും സമയങ്ങളും പരിശുദ്ധമ്മ ഈ ഭൂമിയിൽ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവമക്കൾക്ക് കാവലാകാൻ, അനേകം മക്കൾക്ക് ക്രിസ്തു പ്രകാശം കൈമാറുവാൻ, അവരെ ക്രിസ്തുവാകുന്ന യഥാർത്ഥ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ അമ്മ സദാ സന്നദ്ധയാണ്. ഒന്നു മാത്രം, നമ്മൾ അവളെ നമ്മുടെ ഭവനത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകണം. പരിശുദ്ധമ്മയുടെ വലിയ പ്രത്യക്ഷീകരണ മണിക്കൂറിലായിരിക്കുന്ന സമയം അമ്മ നമ്മളോട് പറയുന്നത് ഇപ്രകാരം തന്നെയാണ്: നിങ്ങൾ മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ക്രിസ്തു സാക്ഷികളായി ലോകത്തിൽ പ്രശോഭിക്കുക. ആവേ മരിയ. നമുക്ക് മുട്ടുമേലായിരിക്കാം. സമാപന ആശീർവാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഏറെ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്ഥാപക ഡയറക്ടറായ, നമ്മുടെ എല്ലാം ആത്മീയ പിതാവായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളിലൂടെ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന അച്ഛനെ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ,
ഈ പ്രത്യക്ഷീകരണ ആരാധന മണിക്കൂറിൽ ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ 1 മണിക്കൂറോളം ഈശോയോട് കൂടെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയുടെ യോഗ്യതയാൽ ഞങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ കൃപകൾ ഇനിയും നിറച്ചുകൊണ്ട് ഈശോയെ ലോകത്തിന് മുഴുവൻ ഈ മരിയൻ ഉടമ്പടിയിലൂടെ ക്രിസ്തുവാകുന്ന പ്രകാശം കൈമാറുവാൻ ഈ ആരാധനാ മണിക്കൂറിൽ ഈശോയെ അച്ഛനെ വീണ്ടും വീണ്ടും ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്ത ഞങ്ങളെ ഓരോരുത്തരെയും ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി വിശ്വസ്തതാപൂർവം പാലിക്കുവാനുള്ള അധിക കൃപ ഈ ആരാധനയിലൂടെ നൽകണമേ. ഈശോയെ, ലോകത്തിന് കൈമാറുവാൻ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.